മേഘ, അധിക നാൾ നമ്മൾ സംസാരിക്കാതെ തരുന്ന ഒരു പേര് ഇന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ. അദ്ദേഹത്തിന് ഉടനെ സസ്പെൻഷനാണോ അതോ പ്രമോഷനാണോ എന്ന് നാളെ അറിയാം. ഈ രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറിയിൽ ആ ഒരു അന്വേഷണത്തിൽ നാളെ DGP റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവി ഇനി നാളെ അജിത് കുമാറിൻ്റെ? അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന മാധ്യമ വാർത്തകൾ വളരെ എന്താ പറയുക, പോപ്പുലർ ആയിരുന്നു. എല്ലാവരും സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ്. പിണറായി സർക്കാർ MR അജിത് കുമാറിനെ വല്ലാത്ത രീതിയിൽ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സർക്കാർ വരുമ്പോൾ, UDFന്റെ സർക്കാർ വരുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആദ്യമേ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആയതുകൊണ്ടും അദ്ദേഹം മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിൽ മിടുക്കനായതുകൊണ്ടും ഈ പറഞ്ഞ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ കാലതാമസം ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസമാകുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ല? കുറേ സംഭവങ്ങളിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ ഗൺമാൻമാർ നമ്മുടെ MLA AD തോമസിനെ മർദ്ദിച്ച കേസിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മർദ്ദന കേസിൽ നടപടി നടക്കുമ്പോൾ, മർദ്ദന കേസ് മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഈ കേസിന്റെ പിന്നിൽ വരുമല്ലോ, ഈ കേസിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇപ്പോഴുള്ള ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാൻ അനുവദിക്കണം എന്നുള്ള അപേക്ഷയൊക്കെ നൽകുന്നതും കണ്ടു. ശരിക്കും എന്താണ് ഈ പറഞ്ഞ LDF സർക്കാരിനൊപ്പവും UDF സർക്കാരിനൊപ്പവും ഒരുപോലെ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണോ MR അജിത് കുമാർ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. ഇപ്പോൾ കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പ്രതിപക്ഷം ആരോപിച്ചിരുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു, എന്തെങ്കിലും മറയ്ക്കാനാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ച അതേ ആൾക്കാർ ഭരണത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഈ നടപടി എടുക്കാൻ വൈകുന്നു? സ്വാഭാവികം നമുക്ക് അടക്കം തോന്നിയ ഒരു സംശയമാണ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഉടൻ നടപടി ഉണ്ടാകണം, ഉണ്ടായില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഇനിയും ഇത് വൈകുകയാണെങ്കിൽ ഉറപ്പായും ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ADGP MR അജിത് കുമാർ എന്നുള്ള പേര് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. എന്തെല്ലാം കേസുകളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങ് തൃശ്ശൂരിൽ പൂരം കലക്കൽ, ഇങ്ങ് ആലപ്പുഴയിൽ വന്നപ്പോൾ നവകേരള മർദ്ദനം, അതുപോലെ ശബരിമലയിൽ ട്രാക്ടറിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഹോൾ കേരള വിവാദ നായകനാണ്. വിവാദ നായകനായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ ഒരു സമയത്ത് തോന്നി, ഇത്തരത്തിൽ ഇത്രയും പ്രശ്നമുണ്ടായാലും, ഇത്രയും മാധ്യമ വാർത്തകൾ പുറത്തു വന്നാൽ പോലും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറാകുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ്. അടുത്ത മാസം അദ്ദേഹത്തിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് നിലവിൽ. ഇപ്പോൾ അദ്ദേഹം BUCOയിലെ CMD ആണ്. ആ ഒരു BUCOയിൽ നിന്ന് നീക്കണമെന്ന് ലിജു മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നിരാകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ മുതൽ നമുക്ക് സംശയം തോന്നി തുടങ്ങി, എന്തുകൊണ്ട് ഈ ഒരു MR കുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും വിസമ്മതിക്കുന്നു? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആഷിഖ്, ബെബ്കോയില് ഓണം ബോണസായിട്ട് 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കല്ലേ കിട്ടുന്നത്, അതുകൂടെ വാങ്ങിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. ഇപ്പോൾ അദ്ദേഹം വിരമിക്കാനിരിക്കുക അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരിക്കും ഈ ഒരു പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ LDF സർക്കാർ പടിയിറങ്ങിയത് തന്നെ. അപ്പോൾ ഓൾറെഡി എന്തായാലും സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സർക്കാരിന് ഈ ഒരു പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതുണ്ട്. ഈ ഒരു കേസുകളെല്ലാം നിലനിൽക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊമോഷനാണോ, അതിനു പകരം ഈ ഒരു നാളെ DGP സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്മേൽ നടപടി സസ്പെൻഷനിലാണോ എന്നാണ് നാളെ അറിയുന്ന ഒരു പ്രധാന കാര്യം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിരുന്നു. അദ്ദേഹം നടത്തുന്ന പീഡനങ്ങൾ, അദ്ദേഹം നടത്തുന്ന കൊടിയ അക്രമ സംഭവങ്ങൾ, അതുപോലെ എടുക്കുന്ന തീരുമാനങ്ങൾ, സ്വജനപക്ഷപാതം, ഇതിനെ പറ്റിയെല്ലാം പരാമർശിച്ചുകൊണ്ട് പരാതിപ്പെട്ടിരുന്നു. പരാതിയായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ മറുപടിയായിട്ടോ ഉത്തരമായി നൽകിയിരുന്നു. പക്ഷെ ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ
ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല. ശരിക്കും പോലീസ് സേനയിലെ ഒരു വലിയ ഗുണ്ടയാണോ അദ്ദേഹം, ഇനി വല്ല അധോലോക സെറ്റപ്പ് ആണോ എന്നൊക്കെ സംശയം തോന്നിപ്പോകും. കാരണം അത്രത്തോളം പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് സർക്കാരാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു 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 മറ്റൊരു വ്യക്തിയെ അകമഴിഞ്ഞ് സഹായിക്കണം, അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ റിട്ടേൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഏതൊരു കേസ് എടുത്താലും അതിന്റെ ആധാരം, അല്ലെങ്കിൽ അഴിമതി കേസുകളായിക്കോട്ടെ, നമ്മുടെ എക്സാലോജി കേസ് ആയിക്കോട്ടെ, ഇതിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ തോട്ടാണ്. ഇങ്ങോട്ട് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ചെന്തെങ്കിലും കിട്ടുന്നുണ്ടാകാം. ഇവരല്ലെങ്കിൽ മറ്റേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ ആത്മാർത്ഥ സുഹൃത്തുക്കളോ ഒന്നും അല്ലല്ലോ. ഒരു 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 എന്താ പറയാ, സിസ്റ്റത്തിന്റെ ഒരു രണ്ട് അറ്റത്ത് നിൽക്കുന്ന വ്യക്തികളല്ലേ. അപ്പോൾ എന്ത് സഹായമാണ് തിരിച്ച് എം.ആർ. അജിത് കുമാർ ചെയ്തു കൊടുക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണോ ചെയ്തു കൊടുക്കുന്നത്? അങ്ങനെ പല പല സംശയങ്ങൾ ഇതിലുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നു കൊടുക്കാൻ ഇടവരാതിരിക്കട്ടെ, അതിനു മുൻപ് നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞത്. ഇതുപോലെ അക്രമ സംഭവങ്ങളിലോ അല്ലെങ്കിൽ അഴിമതിയിലോ പേര് കേട്ട ഈ ഒരു ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ ഉണ്ടാവില്ല. കർശനമായ നടപടി ഉണ്ടാവും. അതിൽ ഒരാൾക്കും മുഖം ചുളിക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊരു അതൃപ്തി ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് KC വേണുഗോപാലിന്റെ ഈ ഒരു ഇടപെടൽ. അതുമാത്രമല്ല, ഈ ഒരു സർക്കാരിന് എന്തുകൊണ്ടും ഒരു സപ്പോർട്ട് നൽകുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഒരു ADGP ഏതറ്റം വരെ കൊണ്ടെത്തിക്കാമെന്നുള്ള ഒരു നിലയിലേക്ക് കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണ്. അതെ, തീർച്ചയായിട്ടും. ഈ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അഴിമതി അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ, അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഓഫീസിലേക്ക് വരുന്നു, താഴെ കീഴ്ജീവനക്കാരെ സമ്മർദ്ദം ചെലുത്തുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു, ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഈ പറഞ്ഞ കേസ് ഫയലുകളിലെല്ലാം മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ തിരിമറി നടത്തുന്നു. അപ്പോൾ സാക്ഷികളെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? ഒരു ADGP നേരിട്ട് ഒരു SI വിരട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ SIക്ക് മേളിൽ DYSP അല്ലെങ്കിൽ സർക്കിളോ അല്ലെങ്കിൽ DYSP വിരട്ടുമ്പോൾ തന്നെ അവരുടെ ഒരു പകുതി പ്രാണം പോകും. ഇതിപ്പോൾ ADGP തന്നെ നേരിട്ട് ഇവരെ ഭയപ്പെടുത്തുമ്പോൾ ഉള്ള അവരുടെ മേളിലുള്ള പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരറിയാതെ തന്നെ ചെയ്തു പോകും. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ ഒരു സംവിധാനത്തിന് കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകാനുള്ള പ്രിവിലേജ് ഒന്നും എല്ലാവർക്കും ഒന്നുമില്ല. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകുമായിരിക്കും. പക്ഷേ പോലീസ് സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത് വലിച്ചെറിഞ്ഞ് പോയാൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അവർ വേട്ടയാടുക എന്ന് സംശയം തോന്നും, പേടി തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആൾക്കാർക്ക് ഉണ്ടാകും. അങ്ങനെ എത്ര കേസുകൾ അട്ടിമറിച്ചിട്ടുണ്ടാകും. നമ്മൾ കേട്ടത് 3, 4, 5 കേസുകളുടെ കാര്യമാണ്. പക്ഷെ എത്രയോ കേസുകൾ ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടാകാം, നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ സേനയിൽ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രൊമോഷൻ കൊടുത്ത് വീണ്ടും മറ്റൊരു പദവിയിലേക്ക് ഇരുത്തുന്നത് വളരെ സൂയിസൈഡൽ ആയിട്ടുള്ളൊരു നീക്കമാണ് എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തിനെതിരെ ഉറപ്പായിട്ടും നടപടി ഉണ്ടാകണം. ഇപ്പോൾ ഒരു കേസ് കൊണ്ട് ഒന്നിൽ ഒതുങ്ങണം, അല്ലെങ്കിൽ 2 കേസ് ആകുമ്പോൾ ഒതുങ്ങണം. ഇത് എത്ര കേസുകളാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. ഇനി പോലീസ് സേനയിൽ പറഞ്ഞ കീഴുദ്യോഗസ്ഥരോട് സംസാരിച്ചാൽ അറിയാം ഇനിയും എത്ര പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. അതുപോലും പറയാൻ ഭയമുണ്ടാകാം പലർക്കും. ഇപ്പൊ അവസാനം ചെന്നിരുന്ന ബ്യൂക്കോ തന്നെ കുളങ്കിലൊക്കെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഇതുപോലെ ഇരിക്കുന്നിടം മുടിക്കുന്ന ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ടും ഉടനെ നടപടിയെടുത്താൽ ഈ ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ ഈ ഒരു സേനയുടെ പ്രതിച്ഛായ മങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയും.